നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രതിഷേധിക്കുന്നവരെ ഇല്ലാതാക്കാനാണ് സർക്കാരും മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നതെന്ന് UDF കൺവീനർ MM ഹസൻ. UDF പ്രവർത്തകരെ ആക്രമിച്ചവരെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയവരാക്കിയത് മുഖ്യമന്ത്രിയുടെ ക്രൂരമായ സമീപനമെന്നും MM ഹസൻ. പ്രതിഷേധിക്കുന്നവരെ അതിക്രൂരമായി നേരിടുന്ന നടപടി അംഗീകരിക്കാനാകില്ലെന്ന് N ഷംസുദ്ദീൻ MLA. പ്രതിപക്ഷ സമരങ്ങളെ അടിച്ചമർത്തുന്നുവെന്നാരോപിച്ച് മണ്ണാർക്കാട് UDFന്റെ പ്രതിഷേധ കൂട്ടായ്മ. ചെർപ്പശ്ശേരിയിൽ ടൗൺ നവീകരണത്തിന്റെ മറവിൽ പൊതുമരാമത്ത് വകുപ്പ് വസ്തുവകകൾ കയ്യേറുന്നുവെന്നാരോപണം. കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രതിഷേധ യാത്ര നടത്തി. പ്രവൃത്തികളിൽ അപാകതയെന്നും നേതാക്കൾ. മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന യൂത്ത് മാർച്ച് തുടരുന്നു. മാർച്ച് ഒറ്റപ്പാലം മണ്ഡലത്തിൽ പര്യടനം നടത്തി. ഷൊർണൂർ മണ്ഡലം തല സ്വീകരണം വെള്ളിയാഴ്ച ചെർപ്പശ്ശേരി. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂര പൊളിച്ചുമാറ്റിയതിനാൽ യാത്രക്കാർ ദുരിതത്തിൽ. ആളുകൾ ബസ് കാത്തു നിൽക്കുന്നത് പൊരിവെയിൽ കൊണ്ട്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുതിയ കെട്ടിടത്തിന് മുന്നിലേക്ക് മാറ്റുമെന്ന് നഗരസഭാ ചെയർമാൻ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ദുർഭരണവും അഴിമതിയും ക്രമക്കേടുമാണെന്നാരോപിച്ച് സർക്കാരിനെതിരെ UDF പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണാ സദസ്സ് നടത്തി. UDF കൺവീനർ MM ഹസൻ കുറ്റവിചാരണാ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. UDF പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ്സ് ടൗൺ സ്ക്വയറിലാണ് നടന്നത്. UDF കൺവീനർ MM ഹസൻ കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളെ, UDF നേതാക്കളെ ഇങ്ങനെ നിർദ്ദയം, നിഷ്ഠൂരമായി, ക്രൂരമായി അവരോട് പ്രതികാരം വീട്ടുന്ന ഒരു ഗവൺമെന്റ്, പ്രതിപക്ഷത്തെ പ്രതിഷേധിക്കുന്നവരുടെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഈ മുഖ്യമന്ത്രിയുടെ ഈ നവകേരള യാത്ര LDFന്റെ അവസാനത്തെ യാത്രയാണ്, അതിന് സംശയമൊന്നുമില്ല. അന്ത്യയാത്രയാണ് ഇവർ നടത്തിയിരിക്കുന്നത്. ഇനി ഒരു യാത്ര നടത്താൻ, ഒരു രാഷ്ട്രീയ യാത്ര നടക്കാൻ അവർക്ക് അവസരമുണ്ടാവും എന്നവരാരും കരുതണ്ട. ഞാൻ അഴിമതിയും അതുപോലുള്ള ഈ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയും ഭരണസ്തംഭനത്തിന്റെ കഥകളൊന്നും അധികം കടക്കുന്നില്ല. ഒന്ന് മാത്രം പറയാം, ഈ ഗവൺമെന്റ് അവരുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാതെ നടത്തിയ നവകേരള യാത്രയുടെ ഏറ്റവും വലിയ കാഷ്വാലിറ്റി, ഏറ്റവും വലിയ ദുരന്തം അനുഭവിച്ചതാരാ? ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വർഷാവർഷം ശബരിമലയിൽ ഇവിടെ സ്വാമി അയ്യപ്പനെ കണ്ട് തൊഴാൻ വരുന്ന ഭക്തജനങ്ങൾ. ശബരിമലയിൽ വരുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല. അവിടെ മതിയായ പോലീസിനെ വിനിയോഗിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഈ സമയത്താണ് നവകേരള സദസ്സിൽ ആയിരക്കണക്കിന് പോലീസുകാരെ നിയോഗിച്ചതെന്നും MM ഹസൻ ചൂണ്ടിക്കാട്ടി. മണ്ഡലം UDF ചെയർമാൻ C മുഹമ്മദ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. BRM ഷെഫീർ മുഖ്യപ്രഭാഷണം നടത്തി. നജീബ് കാന്തപുരം MLA, മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി, മണ്ഡലം UDF കൺവീനർ S അബ്ദുസലാം, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മാത്യു വർഗീസ്, RSP ജില്ലാ സെക്രട്ടറി AK ഷിബു, KPCC സെക്രട്ടറി V ബാബുരാജ്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ സലീം ഗുരുവമ്പലം, ഉസ്മാൻ താമരത്ത്, KPCC മെമ്പർ C സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ദളിത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശശിധരൻ മണലായ, DCC സെക്രട്ടറി C സുകുമാരൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് A ആനന്ദൻ, നാലകത്ത് ഷൗക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിപക്ഷ സമരങ്ങളെ സർക്കാർ അടിച്ചമർത്തുകയാണെന്നാരോപിച്ച് UDF മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ നടത്തി. N ഷംസുദ്ദീൻ MLA പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധം ജനാധിപത്യ രാജ്യത്ത് ഒഴിവാക്കാൻ പറ്റാത്തതാണെന്നും പ്രതിഷേധിക്കുന്നവരെ അതിക്രൂരമായി നേരിടുന്നത് അംഗീകരിക്കാനാവില്ലെന്നും MLA പറഞ്ഞു. സംവിധാനത്തിന് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അത് ഇവിടെ മാത്രമല്ല, ജനാധിപത്യ സംവിധാനങ്ങൾ എവിടെയുണ്ടോ ലോകത്ത്, അവിടെയൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലായാലും അമേരിക്കൻ നാടുകളിലായാലും വേറെ എവിടെയൊക്കെ ജനാധിപത്യം ഉണ്ടോ അവിടെയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു പദവിയാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ സമൂഹത്തിന്റെ, സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവിനെതിരെ കള്ളക്കേസ് ചുമത്തി പ്രതിപക്ഷ നേതാവിനെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയാണ് സംസ്ഥാന ഭരണകൂടം. അതിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് നമ്മൾ ഇന്ന് കേരളം മുഴുവനും രേഖപ്പെടുത്തുന്നത്. UDF ചെയർമാൻ റഷീദ് ആലായൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ P അഹമ്മദ് അഷ്റഫ്, PC ബേബി, TA സലാം, അസീസ് ഭീമനാട്, VV ഷൗക്കത്ത്, MR സത്യൻ, A അയ്യപ്പൻ, റഫീഖ പാറോക്കോട്ടിൽ, V പ്രീത, ബഷീർ തെക്കൻ, നസീർ ബാബു, സജ്ന സത്താർ, ഷമീർ പഴേരി എന്നിവർ പ്രസംഗിച്ചു.
ചെർപ്പളശ്ശേരിയിൽ ടൗൺ നവീകരണത്തിന്റെ പേരിൽ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട ഉടമകളുടെ വസ്തുവകകൾ കയ്യേറുന്നുവെന്നാരോപിച്ച് പ്രതിഷേധം. കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ചെർപ്പളശ്ശേരി സോൺ പ്രതിഷേധയാത്ര നടത്തി. ചെർപ്പളശ്ശേരി ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ട് പല കെട്ടിട ഉടമകൾക്കും ഭീഷണിയാകുന്ന രീതിയിലാണ് പൊതുമരാമത്ത് സർവേ നടത്തി മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിൽ വസ്തുവകകൾ കയ്യേറി റോഡ് പണി നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞാണ് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ രംഗത്ത് വന്നിട്ടുള്ളത്. 3-4 സെന്റിലുള്ള പല കെട്ടിടങ്ങളും അശാസ്ത്രീയമായ അഴുക്കുചാൽ നിർമ്മാണത്തിലൂടെ 2-3 അടി വരെ താഴ്ചയിൽ ആയതായും കെട്ടിട ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ കെട്ടിടത്തിൽ നിന്നുള്ള മഴവെള്ളം മുൻപ് റോഡിലൂടെ പോയിരുന്നത് താഴ്ചയിലായതോടെ ഡ്രെയിനേജിലേക്ക് പോകാൻ അനുവദിക്കണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു. ഇക്കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അസോസിയേഷൻ ഓഫീസ് പരിസരത്തു നിന്നും നഗരസഭാ ഓഫീസ് വരെയായിരുന്നു പ്രതിഷേധ യാത്ര നടത്തിയത്. തുടർന്ന് ജില്ലാ പ്രസിഡന്റ് അലി കുഞ്ഞിക്കൊപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്ത്രീയമായി കൊണ്ടുവന്നിട്ടുള്ള റോഡിനെ സ്വകാര്യ വ്യക്തികളുടെ താല്പര്യത്തിനനുസരിച്ച് അശാസ്ത്രീയമായി കൊണ്ടുപോകുന്ന നിലപാടിൽ നിന്ന് നിർബന്ധമായും പൊതുമരാമത്ത് വകുപ്പ് പിന്നോട്ട് പോകണം. ബന്ധപ്പെട്ട സംഘടനകളുമായി ബന്ധപ്പെട്ട് സംഘടനകളുമായി കൂടിച്ചേർന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ ഈ റോഡ് വർക്കുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തുടങ്ങിവെച്ച റോഡ് വർക്ക് എന്ത് ഉദ്ഘാടനം ചെയ്യണമെന്ന് കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ തീരുമാനിക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പൊ ഡ്രെയിനേജിന്റെ പണിയല്ലേ തുടങ്ങിയിട്ടുള്ളൂ, അതിന്റെ ഉദ്ഘാടനം എന്ന് വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾക്ക് ഒരു സാധ്യമില്ല. ഈ ഒരു വിഷയത്തിൽ ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നതും ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതുമാണ് ഒരു ടൗണിന്റെ ഒരു പട്ടണത്തിന്റെ നവീകരണം. അത് 16 മീറ്ററോ 15 മീറ്ററോ വെക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ അതിനോട് സഹകരിക്കും. ഏത് വിധത്തിലും ബിൽഡിംഗ് ഓണർ സഹകരിക്കും. പക്ഷെ അത് അശാസ്ത്രീയമായി സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി മാറ്റിത്തിരുത്തലുകൾ നടത്തി സബ് കളക്ടർ വന്ന് മാർക്ക് ചെയ്തു പോയ സ്ഥലം, ആ സ്ഥലത്ത് ഇപ്പോ സ്വകാര്യ കോൺട്രാക്ടർ വന്ന് മാർക്ക് ചെയ്തപ്പം അത് വീണ്ടും പിന്നോട്ട് പ്രിന്റ് വീമിനോട് അടുത്ത് വന്നിരിക്കുന്നു. അത് ഏത് തരത്തിലാണ്? അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ ഒരടി മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരു ഏകദേശം ഞങ്ങൾക്ക് ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ, ഇതിന്റെ റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ ഇതിന് ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് തന്നെ പോകും. പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നഗരസഭാ അധികൃതർക്ക് നിവേദനവും നൽകി. യൂണിറ്റ് പ്രസിഡന്റ് ഷാജഹാൻ KPM അധ്യക്ഷനായി. ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ഷൗക്കത്ത് K, ജില്ലാ വൈസ് പ്രസിഡന്റ് ഹംസ പറക്കാടൻ, EMA അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാർക്കാട് നഗരസഭ ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂര പൊളിച്ചു. പുരുവേലിൽ വലഞ്ഞ യാത്രക്കാർ. കാത്തിരിപ്പ് കേന്ദ്രം കൂടുതൽ സൗകര്യപ്രദമായ ഭാഗത്തേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായാണ് മേൽക്കൂര പൊളിച്ചതെന്ന് നഗരസഭാ ചെയർമാൻ. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർ പുരുവെയിലത്താണ് ബസ് കാത്തു നിൽക്കുന്നത്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് വെയിൽ കൊള്ളുന്നത്. കയറി നിൽക്കാൻ കടവരാന്ത പോലും ഇല്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് യാത്രക്കാർ. ശുചിമുറിയുടെ ഓരത്തെ ചെറിയ സ്ഥലത്താണ് പലരും അഭയം തേടുന്നത്. 2018 ജൂലൈ 30-നാണ് ലോകബാങ്ക് സഹായത്തോടെ ശുചിമുറിയും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും നിർമ്മിച്ചത്. ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മാറ്റിയത്. യാത്രക്കാരെ പൊരിവെയിലത്ത് നിർത്താതെ അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത്. കുട്ടികൾ, അമ്മമാർ, വയസ്സായ ആൾക്കാരൊക്കെ ഭയങ്കര നഷ്ടം തിരിഞ്ഞേക്കണം. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, കുറേ ഭാഗത്തുണ്ട്. ഒരു വെലുത്തപ്പോൾ ഞങ്ങളുടെ നിങ്ങൾ ഒരു വെലുത്താണ്. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബസ്സിക്ക് വരുന്ന ആൾക്കാർക്കും പോകുന്ന ആൾക്കാരും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെയിലും മഴയും കൊണ്ടിട്ട് വേണം നിൽക്കാൻ. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ആണ് നമ്മുടെ താല്പര്യം. അതിനുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അത് വേണ്ട നടപടി സ്വീകരിക്കണം. അതാണ് പറയാനുള്ളത്. കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പൊളിച്ച മേൽക്കൂര ബസ് സ്റ്റാൻഡിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നിലവിൽ ബസ്സുകൾ പൊളിച്ച കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിർത്തിയാണ് യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും. അതേസമയം ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുതിയ കെട്ടിടത്തിന്റെ മുമ്പിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായാണ് മേൽക്കൂര പൊളിച്ചു മാറ്റിയതെന്ന് നഗരസഭാ ചെയർമാൻ C. മുഹമ്മദ് ബഷീർ അറിയിച്ചു. ബസ്സുകൾ ആളുകളെ കയറ്റുന്നതും ഇറക്കുന്നതും പുതിയ കെട്ടിടത്തിന്റെ ഭാഗത്തേക്ക് മാറ്റുമെന്നും ഇവിടെ കസേരകളും സ്ഥാപിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന യൂത്ത് മാർച്ച് ഒറ്റപ്പാലം മണ്ഡലത്തിൽ പര്യടനം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PA തങ്ങൾ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 22-ന് മണ്ണാർക്കാട് നിന്നും ആരംഭിച്ച യൂത്ത് മാർച്ചാണ് ഒറ്റപ്പാലം മണ്ഡലത്തിൽ പര്യടനം നടത്തിയത്. ഒറ്റപ്പാലം കണ്ണിയമ്പുറം പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PA തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഈ ജനുവരി മാസത്തിൽ
പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് അറിഞ്ഞത്. നരേന്ദ്രമോദി വന്നാൽ പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അദ്ദേഹം ഇപ്പം തന്നെ പറയുന്നത് തെരഞ്ഞെടുപ്പിന് 10 കൊല്ലത്തെ കാലാവധി വേണമെന്നാണ്. ഇന്ത്യക്ക് മഹത്തായ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഇവിടെ നിലനിൽക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. ആ ഭരണഘടനയിൽ മതേതരത്വം ജനാധിപത്യം ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയാണ്. അത് പൊളിക്കേണ്ടുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇനിയൊരു തവണ നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കരുത് എന്നുള്ള ഉദ്ദേശമാണ്. അതിനാണ് യൂത്ത് ലീഗ് ഇതുപോലെ വാർത്തകൾ നടത്തുന്നത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് PA ഷൗക്കത്ത്, ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ, വൈസ് പ്രസിഡന്റ് PP മുഹമ്മദ് ഖാസിം, ഉമ്മർ ഫാറൂഖ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മാർച്ചിന് സ്വീകരണം നൽകി. കണ്ണിയംപുറത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പഴയ ലക്കിടിയിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CMA കരീം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച യൂത്ത് മാർച്ചിന്റെ ഭാഗമായി കോതകുറിശി ടൗണിൽ സ്ഥാപിച്ചിരുന്ന പാർട്ടി പതാകകളും ലീഗ് ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന പ്രചാരണ ബോർഡും നശിപ്പിച്ചതായി പരാതി. ചൊവ്വാഴ്ച രാത്രി 11:30 ശേഷം സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ പുലാക്കൽ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി. ശബരിമല യാത്രയ്ക്കിടെ 8 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ 60-കാരനെ മലപ്പുറം കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊളത്തൂർ പാങ്ങ് സ്വദേശി സുബ്രഹ്മണ്യനാണ് അറസ്റ്റിലായത്. മലപ്പുറം ചൈൽഡ് ലൈനിൽ ലഭിച്ച പരാതിയിലാണ് നടപടി. കഴിഞ്ഞ ആഴ്ചയാണ് സംഭവം നടന്നത്. പെൺകുട്ടിയും പിതാവും നാട്ടിലുള്ള സംഘത്തോടൊപ്പം ശബരിമലയിൽ തീർത്ഥാടനത്തിനായി പോയതാണ്. യാത്രയ്ക്കിടെ വാഹനം നിർത്തിയപ്പോൾ പിതാവ് പ്രാഥമിക ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങി. ഈ സമയത്ത് വാഹനത്തിലുണ്ടായിരുന്ന 60-കാരനായ സുബ്രഹ്മണ്യൻ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടി കരയുകയും പിതാവ് തിരികെ എത്തിയപ്പോൾ വിവരം പറയുകയും ചെയ്തു. ശബരിമല യാത്ര കഴിഞ്ഞെത്തിയ ഉടനെ പെൺകുട്ടിയുടെ കുടുംബം ചൈൽഡ് ലൈനിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് കൊളത്തൂർ പോലീസ് സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മുസ്ലിം യൂത്ത് ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യൂത്ത് മാർച്ചിന് വെള്ളിയാഴ്ച ഷൊർണൂർ മണ്ഡലത്തിൽ സ്വീകരണം നൽകും. ഉച്ചയ്ക്ക് 3 മണിക്ക് കോതകുറിശിയിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് വൈകിട്ട് 7 മണിക്ക് ചെർപ്പളശ്ശേരിയിൽ പൊതുയോഗത്തോടെ സമാപിക്കും. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർലി ശിഹാബ് തങ്ങൾ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സർക്കാരുകൾക്കെതിരെ, വിദ്വേഷത്തിനെതിരെ, ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായാണ് യൂത്ത് ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റി യൂത്ത് മാർച്ച് നടത്തുന്നത്. ഡിസംബർ 22-ന് കോട്ടപ്പാടത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് കോങ്ങാട്, പാലക്കാട്, മലമ്പുഴ, നെന്മാറ, ചിറ്റൂർ, ആലത്തൂർ, തരൂർ, ഒറ്റപ്പാലം മണ്ഡലങ്ങളിലെ സ്വീകരണങ്ങൾക്കു ശേഷമാണ് വെള്ളിയാഴ്ച ഷൊർണൂർ മണ്ഡലത്തിലെത്തുന്നത്. ഉച്ചയ്ക്ക് 3 മണിക്ക് കോതകുറിശിയിൽ നിന്ന് തുടങ്ങുന്ന മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KK യാസീസ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വൈകിട്ട് 7-ന് ചെർപ്പളശ്ശേരിയിൽ നടക്കുന്ന സമാപന പൊതുയോഗം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് മുഖ്യപ്രഭാഷണം നടത്തും. ദേശീയ കൺവീനർ TP അഷ്റഫ് അലി, മറ്റ് ജില്ലാ നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുക്കും. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ യൂത്ത് മാർച്ച് നടന്നു വരികയാണ്. 22-ാം തീയതി മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ കോട്ടപ്പാടത്ത് നിന്ന് ആരംഭിച്ച് വിവിധ നിയോജക മണ്ഡലങ്ങളിൽ പ്രയാണം നടത്തി 29-ാം തീയതി നാളെ വെള്ളിയാഴ്ച 3 മണിക്ക് ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ കോതകുറിശിയിൽ നിന്ന് നിയോജക മണ്ഡലം തല യൂത്ത് മാർച്ച് നടക്കുകയാണ്. അങ്ങടി പഞ്ചായത്തിലെ കോതകുറിശിയിൽ നിന്ന് ആരംഭിച്ച് ചെറുപ്പളശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ചെറുപ്പളശ്ശേരി ടൗണിലാണ് ഈ യൂത്ത് മാർച്ചിൻ്റെ സമാപനം നടക്കുന്നത്. ഈ മണ്ഡലത്തിലെ ജാഥ 3 മണിക്ക് കോതകുറിശിയിൽ ആരംഭിക്കുമ്പോൾ ജാഥയുടെ ഉദ്ഘാടനം ബഹുമാന്യനായ പാലക്കാട് ജില്ലാ യൂത്ത് ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് ബഹുമാന്യ KK യാസീസ് സാഹിബ് അവിടെ ഉദ്ഘാടനം ചെയ്യും. ജാഥയുടെ സമാപനം ചെറുപ്പളശ്ശേരിയിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സെയ്ദ് മുനവർലി ശിഹാബ് തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് മുഖ്യ പ്രഭാഷണം നിർവഹിക്കും.
ബഹുമാന്യ ദേശീയ യൂത്ത് ലീഗിൻ്റെ കൺവീനർ TP അഷ്റഫ് അലി ഈ യോഗത്തിൽ സംബന്ധിക്കും. 31-ന് തൃത്താലയിലാണ് മാർച്ച് സമാപിക്കുക. വാർത്താസമ്മേളനത്തിൽ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സൽമാൻ കോടമംഗലം, ജനറൽ സെക്രട്ടറി ജാഫർ മാരായമംഗലം, ഷഫീഖ് അനങ്ങനടി, ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ ദുറാനി, മാടാല മുഹമ്മദ് അലി, സെക്രട്ടറി ഉനൈസ് മാരായമംഗലം എന്നിവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ നഗരത്തിലെ തകർന്നു കിടക്കുന്ന ടൗൺ ഹാൾ നമ്പ്യാർപ്പടി കക്കൂത്ത് റോഡിന് ശാപമോക്ഷമാകുന്നു. റോഡിന്റെ പ്രവൃത്തികൾക്ക് നജീബ് കാന്തപുരം MLA 3 കോടി രൂപ അനുവദിച്ചു. പ്രവൃത്തികൾ MLA ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ നഗരസഭയിലെ മുനിസിപ്പൽ ടൗൺ ഹാൾ മുതൽ മാനത്തുമംഗലം പൊന്യാങ്കുറിശി ബൈപ്പാസ് റോഡിലെ നമ്പ്യാർപ്പടി വരെയുള്ള റോഡിന്റെ ഭാഗം പാടെ തകർന്നു കിടക്കുകയാണ്. നമ്പ്യാർപ്പടി ജംഗ്ഷൻ മുതൽ കക്കൂത്ത് KM സ്റ്റോർ വരെയും റോഡ് തകർന്ന് കുണ്ടും കുഴിയും രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. നഗരസഭയിലെ 5, 3, 7 വാർഡുകളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ദുസ്സഹമാണ് ഈ റോഡ്. കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് വെട്ടിപ്പൊളിച്ചതും റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായി. ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് പ്രദേശത്തുകാരുടെ നിരന്തരമായ ആവശ്യമാണ്. ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് നജീബ് കാന്തപുരം MLA 2 തവണകളിലായി 2 കോടി രൂപ അനുവദിച്ചു. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് ഡിസംബർ 28-ന് വ്യാഴാഴ്ച ആരംഭിച്ചത്. നമ്പ്യാർപ്പടി ജംഗ്ഷനിൽ നിന്നും കക്കൂത്ത് വരെയുള്ള ഭാഗം കൂടിയും നവീകരിക്കുന്നതിന് 1 കോടി രൂപ കൂടിയും അനുവദിക്കുമെന്ന് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. ഏവർക്കും പ്രയോജനപ്പെടുന്ന നഗരത്തിലെ പ്രധാന മിനി ബൈപ്പാസ് റോഡായി ഇത് മാറുമെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടുമ്പുറത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബൈപ്പാസ് റോഡിന് BMNBC ആവശ്യമില്ല, നന്നായിട്ട് ചെയ്താൽ മതി. പക്ഷേ ആളുകൾക്ക് BMNBC വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിന് തന്നെ പ്രാമുഖ്യം കൊടുത്ത് BMNBC ആക്കി നോക്കുമ്പോൾ ഈ റോഡ് 1 കോടി കൊണ്ട് തീരുന്നില്ല. പിന്നെ 1 കോടി കൂടി വെച്ചു, ആ 1 കോടി കൊണ്ടും തീരുന്നില്ല. അപ്പൊ ഇനി നമ്മളിത് തീർക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഇതിന് ബാക്കിയുള്ള 1 കോടി രൂപ കൂടി നമ്മൾ ഈ ഒരു വർഷത്തെ ഫണ്ടിൽ അനുവദിക്കുകയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എക്കാലവും പെരിന്തൽമണ്ണയിൽ നമുക്ക് ഓർമ്മിക്കപ്പെടുന്ന ഒരു ബൈപ്പാസായി ഇതിന് മനോഹരമായി മാറ്റി. ട്രാഫിക് ജംഗ്ഷൻ നവീകരണ പദ്ധതിയും കൂടിയും നടപ്പാക്കുന്നതോടെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്നും നജീബ് കാന്തപുരം MLA അഭിപ്രായപ്പെട്ടു. നമ്മുടെ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ മയൂരിയുടെ ജംഗ്ഷനിൽ വരുന്ന ട്രാഫിക്കാണ്. ആ ട്രാഫിക്കാണ് ശരിക്കും പറഞ്ഞാൽ നേരെ ചില്ലീസ് ജംഗ്ഷനിലേക്ക് വരുന്നത്. ആ ട്രാഫിക്കാണ് നമ്മൾ നേരെ നമ്മുടെ ട്രാഫിക് ജംഗ്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ട്രാഫിക് ജംഗ്ഷനിൽ ഉൾപ്പെടെ നമ്മുടെ പാലത്തിന്റെ തിരക്കല്ലാത്ത മുഴുവൻ തിരക്കിന്റെയും ഒരു പരിധി വരെ പ്രശ്നം നമുക്ക് ഇതുവഴി പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഈ റോഡ് പൂർത്തിയാകുന്നതോടുകൂടെ നമ്മുടെ ട്രാഫിക്കിന്റെ ഒരു പരിഷ്കരണം കൂടി നമ്മളിവിടെ കൊണ്ടുവരികയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നമുക്കൊരു വലിയ തോതിൽ ട്രാഫിക് പ്രശ്നം തീർക്കാൻ സാധിക്കും. ഏകദേശം 2 കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന റോഡിന്റെ ഭാഗമാണ് 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുക. കൊച്ചി ആസ്ഥാനമായുള്ള കേലിനാണ് നിർമ്മാണ ചുമതല. ടൗൺ ഹാൾ പരിസരത്ത് നടന്ന റോഡ് പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ സലീം താമരത്ത് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ പച്ചേരി ഹുസൈന നാസർ, ജിതേഷ് കീഴ്ശ്ശേരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ADM NM മെഹ്റലി, V ബാബുരാജ്, AK നാസർ, S അബ്ദുസലാം, MB ഫസൽ മുഹമ്മദ്, നാലകത്ത് ബഷീർ, പച്ചേരി ഫാറൂഖ്, പത്തത്ത് ജാഫർ, ബഷീർ പടിഞ്ഞാറേതിൽ, തെക്കത്ത് ഉസ്മാൻ, കുളക്കാടൻ അസീസ്, ഡോക്ടർ അബൂബക്കർ തയ്യിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുപാട് കാലമായിട്ട് തകർന്നു കിടക്കുന്ന റോഡായിരുന്നു നമ്മുടെ ടൗൺ ഹാള് കക്കൂത്ത് റോഡ്. അതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MLA നമുക്ക് ആദ്യം 1 കോടി രൂപ അനുവദിക്കുകയും അതിന് തുടർ വർക്ക് എന്ന തോതിൽ കക്കൂത്ത് ഭാഗത്തേക്ക് വീണ്ടും 1 കോടി അനുവദിക്കുകയും ഇന്ന് ഈ ഉദ്ഘാടന ചടങ്ങിൽ അത് കംപ്ലീറ്റ് ആവുന്നതിന് വേണ്ടി പെരിന്തൽമണ്ണ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ ഈ റോഡ് ഒരു ബൈപ്പാസ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. നമ്മുടെ ഈ റോഡ് വളരെ ഒരു മോശപ്പെട്ട റോഡായിരുന്നു. അത് നമ്മുടെ MLAൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ MLA ആദ്യം ഇതിന് 1 കോടി രൂപ ഇതിന് ഫണ്ട് പാസ്സാക്കി തന്നു. പിന്നെ അത് എത്തില്ല എന്ന് കണ്ടപ്പോൾ അതിൽ കൂടി 1 കോടിയും കൂടി പാസ്സാക്കി തന്നു. ഇപ്പോൾ ഇന്ന് ഇതിൻ്റെ റോഡിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനത്തിന് 3 കോടി വരെ MLA പാസ്സാക്കി തരാമെന്ന് 1 കോടിയും കൂടി പാസ്സാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ മോശപ്പെട്ട റോഡായിരുന്നു.
ഈ റോഡ് ശരിയാക്കി കഴിഞ്ഞാൽ ചില്ലീസ് ആ ഭാഗത്തുള്ള ബ്ലോക്കുകളൊക്കെ നമുക്ക് തീർക്കാൻ കഴിയും. ഈ റോഡെന്ന് പറയുന്നത് ഒരുപാട് കാലമായിട്ട് തകർന്നു കിടന്ന റോഡായിരുന്നു. അതിലേക്ക് എല്ലാവരും പറഞ്ഞതുപോലെ ആദ്യം വെച്ചിരുന്നത് 1 കോടി രൂപയായിരുന്നു. പിന്നെ അതിലൂടെ 1 കോടി കൂടി പിന്നെയും നീട്ടി ഈ ഉദ്ഘാടനത്തിലൂടെ 1 കോടി കൂടി തന്നത് 3 കോടിയാക്കി. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മളെ MLA നടത്തിയൊരു പോരാട്ടത്തിൻ്റെ വിജയമായി കണക്കൂട്ടുന്നു. നെല്ലായ മാരായമംഗലം ഖാസി മുഹമ്മദ് മുസ്ലിയാർ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ കോംപ്ലക്സ് 11ാം വാർഷിക സമ്മേളനം ഡിസംബർ 30, 31, ജനുവരി 1, 2 തീയതികളിൽ നടക്കും. വിവിധ സെഷനുകളിൽ മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം സമൂഹത്തിന്റെ സമുദ്ധാരണവും മാരായമംഗലം മേഖലയുടെ സമഗ്രമായ പുരോഗതിയും ലക്ഷ്യം വെച്ചാണ് സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഖാസി മുഹമ്മദ് മുസ്ലിയാർ എഡ്യൂക്കേഷണൽ കൾച്ചറൽ കോംപ്ലക്സ്, മുഹമ്മദിയ ഇസ്ലാമിക് ആർട്സ് കോളേജ്, ഹിഫ്ലുൽ ഖുർആൻ കോളേജ് എന്നീ സ്ഥാപനങ്ങളടങ്ങുന്ന കോംപ്ലക്സിന്റെ 11ാമത് വാർഷിക സമ്മേളനമാണ് ഡിസംബർ 30, 31, ജനുവരി 1, 2 തീയതികളിലായി നടക്കുന്നത്. ഡിസംബർ 31 രാവിലെ നടക്കുന്ന സിയാറത്തോടുകൂടി വാർഷിക പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം, കുടുംബസംഗമം, മജ്ലിസുന്നൂർ വാർഷികം തുടങ്ങിയ പരിപാടികളിലായി സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയത്തങ്ങൾ വല്ലപ്പുഴ, മൻസൂർ അലി ധാരിമി കാപ്പ്, ബഷീർ ഫൈസി ദേശമംഗലം, ഇമ്പിച്ചി കോയത്തങ്ങൾ പഴയലക്കിടി, സുലൈമാൻ ധാരിമി ഏലംകുളം, ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി, ബാവാഹുദവി പറപ്പൂർ തുടങ്ങിയവർ പങ്കെടുക്കും. ജനുവരി 2 നടക്കുന്ന സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. നൌഷാദ് ബാഗവി ചിറയൻകീഴ് മുഖ്യപ്രഭാഷണം നിർവഹിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 2, 3 തീയതികളിൽ SNEC വിദ്യാർത്ഥികളുടെ സോണൽ ടാലന്റ് മീറ്റും സ്ഥാപനത്തിൽ വെച്ച് നടക്കും. ഈ പരിപാടിയിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സമസ്ത വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട നെല്ലായ MP കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ, നൌഷാദ് ബാക്കവി, സയ്യിദ് ഇമ്പിച്ചി കോയ തങ്ങൾ, ബാവ ഹുദവി, സുലൈമാൻ ധാരിമി ഏലംകുളം, അതുപോലെ തന്നെ നമ്മളുടെ അഷ്റഫ് ബഷീർ ഫൈസി ദേശമംഗലം, മുഹമ്മദ് കുട്ടി ഫൈസി ആനമങ്ങാട്, നൌഷാദ് ബാക്കവി മൻസൂർ അലി ധാരിമി, അബ്ദുറഹ്മാൻ മുത്തുക്കോയത്തങ്ങൾ വല്ലപ്പുഴ, ഇവരാണ് തന്ന പരിപാടിയിലുണ്ട്. ഞാനങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. ഇവരാണ് പങ്കെടുക്കുന്നത്. ഇതിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ തൻ്റെ 18 വയസ്സ് മുതൽ മരിക്കുന്നത് വരെയും ഞങ്ങളുടെ നാട്ടിൽ മാരായമംഗലത്ത് മത, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് നേതൃത്വം കൊടുത്ത ഖാളി, അദ്ദേഹത്തിൻ്റെ വിയോഗാനന്തരം അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഖാളി മുഹമ്മദ് മുസ്ലിയാർ എഡ്യൂക്കേഷണൽ കൾച്ചറൽ കോംപ്ലക്സ് എന്ന പേരിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി സ്ഥാപനങ്ങൾ നടത്തുന്നു. ഇപ്പോൾ കേരളത്തിൽ ശ്രദ്ധേയമായ SNEC എന്ന് പറയുന്ന ഈ കോഴ്സ്, ഈ സ്ഥാപനവും ഹിഫ്ലുൽ ഖുർആൻ കോളേജ്, അതാണ് പ്രധാനമായും നടക്കുന്നത്. ഇതിനു മുമ്പ് വാഫി എന്ന് പറയുന്ന സംവിധാനമാണ്. അതുപോലെ PG എടുക്കാൻ പറ്റാവുന്ന മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ PGയും എടുക്കാൻ പറ്റാവുന്ന സൗകര്യത്തോടു കൂടിയുള്ള മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസമാണ് ഇതിൽ പ്രധാനമായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഗത സംഘം ചെയർമാൻ മരക്കാർ മാരായമംഗലം, ജനറൽ കൺവീനർ MP ഹസൈനാർ, PK ഹക്കീം, റൈൻ കീഴിശ്ശേരി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സക്കീർ മാസ്റ്റർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാമത് ജന്മദിനാഘോഷവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിക്കൽ ചടങ്ങും മണ്ണാർക്കാട് നടത്തി. DCC പ്രസിഡന്റ് A തങ്കപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യ ഇന്നും മതേതര ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണെന്ന് ഉദ്ഘാടനം ചെയ്ത A തങ്കപ്പൻ പറഞ്ഞു. ജനാധിപത്യ വിശ്വാസം, മതേതര വിശ്വാസം ഇന്ത്യൻ നാഷണൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷ നിറവേറ്റുന്ന കടമ ഞാൻ, നിങ്ങൾ ഉൾപ്പെടെയുള്ള ആ പ്രവർത്തകർക്ക്, നേതാക്കന്മാർക്കോ. അത് മാത്രമല്ല, ഈ പാർട്ടിയുടെ പ്രസക്തി ഇപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞ 139 വർഷം ആവുമ്പോഴും ലോകത്തിൽ ഇതുപോലെ, അല്ല ഇന്ത്യ രാജ്യത്തും അതുപോലെ തന്നെ എല്ലാ മുക്കിലും ഈ രാജ്യത്തിന്റെ എല്ലാ ഗ്രാമഗ്രാമങ്ങളിൽ സാന്നിധ്യമുള്ള ഒരു പാർട്ടി, എത്രയോ അതുപോലെ അതിന്റെ സേവനം വളരെ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഈ പാർട്ടിയാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് അധ്യക്ഷത വഹിച്ചു. VK ശ്രീകണ്ഠൻ MP മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ മതേതര പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. DCC സെക്രട്ടറിമാരായ P അഹമ്മദ് അഷ്റഫ്, PR സുരേഷ്, VV ഷൗക്കത്ത് അലി, DCC അംഗങ്ങളായ K ബാലു, P മുത്തു, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ K പ്രസീത, കുമരംപുത്തൂർ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് D വിജയലക്ഷ്മി, ആലിസ്,
എ ലൈല, MC വർഗീസ്, പി ഖാലിദ്, TK ഇപ്പു, കാസിം ആലായൻ, രാജൻ ആമ്പാടത്ത്, മണ്ഡലം പ്രസിഡന്റുമാരായ എ ഹരിദാസ്, VD പ്രേംകുമാർ എന്നിവർ പ്രസംഗിച്ചു. കടമ്പളിപ്പുറം പഞ്ചായത്ത് തല മാനത്തോളം ഏകദിന ക്യാമ്പ് പുല്ലുണ്ടശ്ശേരി ALP സ്കൂളിൽ നടന്നു. K പ്രേംകുമാർ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്ന മാനത്തോളം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് വേറിട്ട ക്യാമ്പ് ഒരുക്കിയത്. അതുകൊണ്ട് സുദീർഘമായിട്ടുള്ള ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നില്ല. കുട്ടികളും കുട്ടികളെക്കാൾ കൂടുതൽ രക്ഷാകർതൃ സമൂഹവും നാട്ടുകാരുമുള്ള ഒരു സദസ്സാണിത്. വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളെയൊക്കെ പറഞ്ഞയക്കുന്നതിന് രക്ഷിതാക്കൾക്ക് ചിലപ്പോൾ ചില പ്രയാസങ്ങൾ, കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ വിരുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുള്ളത് കൊണ്ടുകൂടിയാകണം കുട്ടികളുടെ വേണ്ട നിലയിലുള്ള ഒരു പങ്കാളിത്തത്തിന്റെ ഒരു കുറവ് ഇവിടെ ഉണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ അധ്യക്ഷത വഹിച്ചു. രാധാകൃഷ്ണൻ മാസ്റ്റർ ക്യാമ്പ് വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ശ്രീലത, വാർഡ് മെമ്പർ രമണി, സവിത, സുരേഷ് ബാബു, ഹെഡ് മിസ്ട്രസ് NK പ്രേമാവതി, ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കേലു, രവി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തെങ്ങുകയറ്റം, കാടുവെട്ടൽ, ടൈൽ മുറിക്കൽ, ഓലമെടയിൽ, മതിൽ പെയിന്റിംഗ്, ഷൂട്ടൌട്ട്, ചുമരെഴുത്ത്, പോയിക്കാൽ നടത്തം, നെല്ലുകുത്ത്, അരിചേറൽ, ഏറുമാടം കയറൽ, ചെണ്ടകൊട്ടൽ, ഉരുള്, മരുങ്ങോടൻ മലകയറ്റം, കുട്ടികൾക്ക് അച്ചാർ നിർമ്മാണം, പേപ്പർ ഗ്രാഫ്റ്റ് തുടങ്ങിയ രസകരമായ അനുഭവങ്ങൾ ക്യാമ്പിലൊരുക്കി. പെരിന്തൽമണ്ണ ചെറുകര AUP സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഭാഗമായി 1987-88 കാലഘട്ടത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ സ്കൂളിൽ ഒത്തുചേർന്നു. ഓട്ടോഗ്രാഫ് എന്ന പേരിലാണ് പരിപാടി നടന്നത്. അനേകായിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്ന് നിലകൊള്ളുന്ന ചെറുകര AUP സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഭാഗമായി 1987-88 വർഷം സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഒത്തുകൂടി. മുൻ പ്രധാന അധ്യാപിക NP സത്യഭാമ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വെച്ചിട്ട് തന്നെ അത് പറയാം, ഈ നുള്ളലിലും അടിയിലൊന്നും അധ്യാപകർക്ക് അവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. നിങ്ങളുടെ ഭാവിയാണ് അവരുടെ മനസ്സിലുള്ളത്. പക്ഷെ അത് ഓരോരുത്തർക്കും ഒരു സ്റ്റൈലാണ്. ചിലർ നുള്ളുക, ചിലർ സ്കെയിൽ കൊണ്ട് അടിക്കുക, ചിലർ ചെവി പിടിച്ച് തിരുമ്പുക, അങ്ങനെ പല ശിക്ഷാവിധികളൊക്കെ ഉണ്ട്. അപ്പോൾ കൂട്ടത്തിൽ പറയണ ഇന്നിപ്പോൾ സ്കൂളുകളിലൊന്നും ശിക്ഷ പാടില്ല എന്നാണ് ഈ പറയണത്. ആ കാലത്ത് ആ നിയമമൊന്നും പാസ്സായിട്ടില്ല കേട്ടോ. മനോജ് മുല്ലശ്ശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അന്തരിച്ച അധ്യാപകരെയും സഹപാഠികളെയും സംഗമത്തിൽ അനുസ്മരിച്ചു. ചടങ്ങിൽ അധ്യാപകരെ ആദരിച്ചു. 87-88 കാലഘട്ടങ്ങളിലെ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. രാധാകൃഷ്ണൻ, കൃഷ്ണനുണ്ണി, സുജാത, ശോഭന, സത്യഭാമ, ചന്ദ്രിക, ഓമന രമണി, ഹരിദാസൻ, സുലേഖ തുടങ്ങിയ പൂർവ്വകാല അധ്യാപകർ, മാനേജർ CB സുധീർ എന്നിവർ സംസാരിച്ചു. കോർഡിനേറ്റർ ഷെമീൻ ചിറത്തൊടി, ഫൈസൽ, KP ആബിദ, ഗഫൂർ എളാട്ട്, അഷിത വളാഞ്ചേരി, അനിത കൊയിലാണ്ടി, സൈനബ ചീനിക്കൽ, പ്രവാസി കോർഡിനേറ്റർ നെജ്മുനീസ വെങ്കിട്ട, KP ഷെമീന തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നക്കാവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1980-81 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം സംഘടിപ്പിച്ചു. ഓർമ്മ വിരുന്ന് സീസൺ 5 എന്ന പേരിൽ നടന്ന പരിപാടി പൂർവാധ്യാപകൻ മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. പഴയകാല അധ്യാപകർ, ദീർഘകാലത്തെ പ്രവാസത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾ, ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ തുടങ്ങിയവരെ ആദരിച്ചു. അധ്യാപകരായ ചാക്കോ, സേതു എന്നിവർ സംസാരിച്ചു. കലാപരിപാടികളും അരങ്ങേറി. മറ്റൊരിടവേള. വാർത്തകൾ തുടർന്നു. കരിമ്പുഴ കോട്ടപ്പുറം തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിൽ മെഗാ തിരുവാതിരക്കളി അരങ്ങേറി. പ്രശസ്ത നർത്തകൻ ഡോക്ടർ പുത്തൂർ പ്രമോദ് ദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ MT സുരേഷ് അധ്യക്ഷനായി. മറ്റ് ഭാരവാഹികളും സംസാരിച്ചു. 150ഓളം വനിതകൾ മെഗാ തിരുവാതിരക്കളിയിൽ അണിനിരന്നു.
കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ലക്ഷദ്വീപ സമർപ്പണം നടത്തി. നിരവധി ഭക്തരാണ് വിശേഷാൽ ദിനത്തിൽ ക്ഷേത്രത്തിലെത്തിയത്. തിരുവാതിര ഉത്സവത്തോടനുബന്ധിച്ചാണ് കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ലക്ഷദ്വീപ സമർപ്പണം നടന്നത്. മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ PK ഗംഗാധരനും ചെർപ്പശ്ശേരി അയ്യപ്പൻകാവ് മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ചേർന്ന് ആദ്യ ദീപം പകർന്നുകൊണ്ട് ഉദ്ഘാടനം നടത്തി. ട്രസ്റ്റി കുടുംബാംഗങ്ങളായ തെക്കുംപറമ്പത്ത് മനക്കൽ നാരായണൻ നമ്പൂതിരി, എടത്തൊടിമന വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി രജീഷ് നമ്പൂതിരി, നെടുമ്പട്ടി ഗോപാലകൃഷ്ണൻ, ദേവസ്വം മാനേജർ പങ്കജാക്ഷൻ, മുൻ മാനേജർ ശിവശങ്കരൻ, ദേവസ്വം ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രത്യേകം തയ്യാറാക്കിയ ചെരാതുകളിലേക്ക് ഭക്തജനങ്ങളും ദീപനാളങ്ങൾ പകർന്നതോടെ ക്ഷേത്രം പൊൻപ്രഭയിൽ തിളങ്ങി. തുടർന്ന് കൈകൊട്ടിക്കളിയും ഉണ്ടായി. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന ആചാരമാണ് വെടിവഴിപാട്. ഇതിന് ഉപയോഗിക്കുന്ന പ്രധാന വസ്തുവാണ് കതിനക്കുറ്റികൾ. ഉച്ചഭാഷിണികൾ ഇല്ലാത്ത കാലത്ത് ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചതും അവസാനമായതും കതിനവെടി പൊട്ടിച്ചാണ് അറിയിച്ചിരുന്നതെന്നും പഴമക്കാർ പറയുന്നു. ഉരുക്കുകൊണ്ടും മരം കൊണ്ടും കതിനകൾ നിർമ്മിച്ചു വരുന്നു. മരങ്ങൾ കൊണ്ട് ഉടുക്കിൻ്റെ രൂപത്തിലാണ് കതിനയുടെ നിർമ്മാണം. കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ഉരുക്കുകൊണ്ട് നിർമ്മിച്ച കതിനക്കുറ്റികളാണ് ഉപയോഗിച്ചു വരുന്നത്. ഏകദേശം 20 സെൻറ്റിമീറ്റർ ഉയരവും 10 സെൻറ്റിമീറ്ററോളം വ്യാസവും വരുന്ന ഉരുക്ക് കതിനക്കുറ്റികളിൽ മധ്യത്തിലുള്ള ദാരത്തിൽ കരിമരുന്ന് നിറച്ച ശേഷം കുറ്റിയുടെ മുകൾ ഭാഗം ഇഷ്ടിക, ഓടുപൊടി എന്നിവ നിറച്ച് അടയ്ക്കുന്നതാണ് രീതി. ഉരുക്കുകുറ്റികളിൽ വെടിമരുന്ന് അടിച്ചു നിറയ്ക്കുവാനായി മരക്കഷ്ണങ്ങളോ മുളക്കഷ്ണങ്ങളോ ആണ് ഉപയോഗിക്കുന്നത്. ഘർഷണം മൂലം തീപ്പൊരി ഉണ്ടാകാതിരിക്കുവാനാണ് മരം ഉപയോഗിക്കുന്നത്. കതിനക്കുറ്റിയുടെ മധ്യത്തിലെ ദ്വാരത്തിന് കുറ്റിയുടെ അടിഭാഗത്തായി മറ്റൊരു ചെറിയ ദ്വാരം കൂടി ഉണ്ടാകും. ഈ ദ്വാരത്തിലൂടെയാണ് തിരി കുറ്റിയുടെ അകത്തേക്ക് കടത്തിവിടുന്നത്. ഇപ്രകാരം അടിയിൽ വെടിമരുന്നും മുകളിൽ ഇഷ്ടികപ്പൊടിയും നിറച്ച കതിനക്കുറ്റിക്ക് താഴത്തെ തിരിയിൽ നിന്നും തീ കൊടുക്കുമ്പോൾ വെടിമരുന്ന് കത്തുന്നു. ഇതുമൂലമുണ്ടാകുന്ന വാതകങ്ങളെ പുറത്തേക്ക് പോകുവാൻ മുകൾ ഭാഗത്തുള്ള ഇഷ്ടികപ്പൊടി അനുവദിക്കുന്നില്ല. ഇതുമൂലം കതിനയുടെ അകത്തുണ്ടാകുന്ന സമ്മർദ്ദത്തിൽ ഇഷ്ടികപ്പൊടി കതിനയിൽ നിന്നും ശക്തിയായി പുറന്തള്ളപ്പെടുന്നു. ഈ ശബ്ദമാണ് കതിന പൊട്ടുമ്പോൾ നമ്മൾ കേൾക്കുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന പ്രധാന ആചാരമാണ് വെടിവഴിപാട്. ഉച്ചഭാഷിണികൾ ഇല്ലാത്ത കാലത്ത് ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചതും അവസാനമായതും കതിനവെടി പൊട്ടിച്ചാണ് അറിയിച്ചിരുന്നതെന്നും പഴമക്കാർ ഓർക്കുന്നു. വല്ലപ്പുഴ ചൂരക്കോട് പെങ്ങോട്ടുകാവ് ശിവക്ഷേത്രത്തിൽ മണ്ഡലം 41 ഇത്തവണ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾ, അഖണ്ഡനാമജപം, ദീപസമർപ്പണം, അന്നദാനം എന്നിവയുണ്ടായി. നിരവധി ഭക്തജനങ്ങളാണ് വിശേഷാൽ ദിനത്തോടനുബന്ധിച്ച് ദിവസവും ക്ഷേത്രത്തിൽ എത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രതിഷേധിക്കുന്നവരെ ഇല്ലാതാക്കാനാണ് സർക്കാരും മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നതെന്ന് UDF കൺവീനർ MM ഹസൻ. UDF പ്രവർത്തകരെ ആക്രമിച്ചവരെ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയവരാക്കിയത് മുഖ്യമന്ത്രിയുടെ ക്രൂരമായ സമീപനമെന്നും MM ഹസൻ. പ്രതിഷേധിക്കുന്നവരെ അതിക്രൂരമായി നേരിടുന്ന നടപടി അംഗീകരിക്കാനാകില്ലെന്ന് N ഷംസുദ്ദീൻ MLA. പ്രതിപക്ഷ സമരങ്ങളെ അടിച്ചമർത്തുന്നുവെന്നാരോപിച്ച് മണ്ണാർക്കാട് UDFന്റെ പ്രതിഷേധ കൂട്ടായ്മ. ചെർപ്പശ്ശേരിയിൽ ടൗൺ നവീകരണത്തിന്റെ മറവിൽ പൊതുമരാമത്ത് വകുപ്പ് വസ്തുവകകൾ കയ്യേറുന്നുവെന്നാരോപണം. കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രതിഷേധ യാത്ര നടത്തി. പ്രവൃത്തികളിൽ അപാകതയെന്നും നേതാക്കൾ. മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന യൂത്ത് മാർച്ച് തുടരുന്നു. മാർച്ച് ഒറ്റപ്പാലം മണ്ഡലത്തിൽ പര്യടനം നടത്തി. ഷൊർണൂർ മണ്ഡലം തല സ്വീകരണം വെള്ളിയാഴ്ച ചെർപ്പശ്ശേരി. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂര പൊളിച്ചു മാറ്റിയതിനാൽ യാത്രക്കാർ ദുരിതത്തിൽ. ആളുകൾ ബസ് കാത്തു നിൽക്കുന്നത് പൊരിവെയിൽ കൊണ്ട്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുതിയ കെട്ടിടത്തിന് മുന്നിലേക്ക് മാറ്റുമെന്ന് നഗരസഭാ ചെയർമാൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.